ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില സന്ദേശങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെക്കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളുടെ ഒരു വിലയിരുത്തലാണ് നാം ചെയ്തത്. എന്തുകൊണ്ട് ഈ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ പ്രവചിക്കപ്പെട്ടു എന്നതായിരുന്നു നാം ചിന്തിച്ചു വന്നത്. ഇന്ന് ഒരു പ്രവചന ഭാഗം കൂടി ചിന്തിക്കാം എന്നുള്ളതാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. ആധാരമായി 22-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരങ്കത്തിൻ്റെ വാക്ക് കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? ദാവീദിൻ്റെ വാക്കുകളായിട്ടാണ് നാം ഈ ഭാഗങ്ങളെ കാണുന്നത്. എന്നാൽ ഈ ഭാഗത്തിൻ്റെ നിവൃത്തി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 34-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: 9-ാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം വരുന്ന എലോഹി എലോഹി ലമ്മ ശബത്കാനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രവചനം കർത്താവ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായി? എന്താണ് അതിൻ്റെ പ്രസക്തിയും പ്രത്യേകതയും? നാം ചിന്തിച്ചാൽ ദൈവം ഒരു മനുഷ്യനെയും ഈ ലോകത്തിൽ കൈവിട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മനുഷ്യൻ ദൈവത്തെ വിട്ട് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോവുകയാണ് സാധാരണയായി ചെയ്യുന്നത്. എപ്പോൾ മടങ്ങി വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രൂശിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെക്കുറിച്ച് നാം വായിക്കുന്നത്, അവൻ നമ്മുടെ കർത്താവിൽ വിശ്വസിച്ച ആ നിമിഷം തന്നെ അവനെ അംഗീകരിച്ച് ചേർത്ത് കൊണ്ട ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് അവിടെ അരുളി ചെയ്യുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന്. വിശ്വസിച്ച ആ കള്ളനെ അപ്പോൾ തന്നെ തന്നോട് ചേർത്ത് പറുദീസയിൽ തന്നോട് കൂടെ ഇരുത്തുവാൻ തക്കോണം കർത്താവിന് പ്രസാദം തോന്നിയതായിട്ട് നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും: മടങ്ങി വരുന്ന കർത്താവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, ചേർത്തുകൊള്ളുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ കൈവിടുന്ന ഒരു രംഗമുണ്ട്. അതും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ട് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയും: ഇന്ന് ദൈവിക സാന്നിധ്യത്തിൻ്റെ കുളിർമയിലാണ് ഏതൊരു പാപിയും കഴിയുന്നത്. എന്നാൽ അത് അവസാനിക്കുവാൻ പോകുന്നു എന്നുള്ളതും ഒരു വസ്തുതയായിരിക്കുന്നു. പിന്നീടൊരിക്കലും അത് ലഭിക്കാത്ത അല്ലെങ്കിൽ മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു സന്ദർഭമായിട്ട് അത് പോവുകയാണ്. ദൈവം മനുഷ്യനെ കൈവിടുന്ന, ദൈവം മനുഷ്യനെ തള്ളിക്കളയുന്ന ആ നിമിഷങ്ങൾ എത്രയോ ഭയാനകമായിരിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവീക സാന്നിധ്യത്തിൻ്റെ ആ കുളിർമയിലാണ് ഇന്ന് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് വേണ്ട പോലെ മനസ്സിലാക്കാത്തതാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിൽ ഇതൊന്നുമായിരുന്നില്ല സംഭവിച്ചത്. അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ ലോകത്തിൻ്റെ സകല പാപവും പിതാവായ ദൈവം പുത്രൻ്റെ മേൽ ചുമത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെയും നിങ്ങളുടെയും പാപം പുത്രനായ ദൈവം ഏറ്റെടുത്തു. അതായിരുന്നു യഥാർത്ഥത്തിൽ ദൈവം പുത്രനെ കൈവിട്ട നിമിഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും പിതാവായ ദൈവം ഓർത്തപ്പോൾ സ്വന്തം പുത്രനെ ദൈവം കൈവിട്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം തകരുന്ന ചിന്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിനാൽ കൈവിടപ്പെട്ട പുത്രനായ ദൈവം തമ്പുരാനെ നമുക്കൊന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? പ്രിയ സ്നേഹിത, നിനക്കിത് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവ് കാൽവറിയിൽ നിനക്ക് പകരമായി നിന്റെ മരണം ഏറ്റെടുത്തത്. നീ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പകരക്കാരനായി മരണം അനുഭവിച്ചു എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അത് നീ വിശ്വസിക്കുക, ഈ കർത്താവിനെ ഏറ്റുപറയുക, നിന്റെ സ്വന്തമായി ഈ കർത്താവിനെ അംഗീകരിക്കുക. അപ്പോൾ നിനക്ക് ഒരു ദൈവപൈതലായി മാറുവാൻ കഴിയും. അതിന് നീ ഇത്രമാത്രമേ ചെയ്യേണ്ടിയുള്ളൂ: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ ഒരു ദൈവപൈതലായി മാറും. നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയും
നിൻ്റെ നിത്യമായ മരണത്തിൽ നിനക്ക് നിത്യജീവങ്കിലേക്ക് നിനക്ക് പ്രവേശനം ലഭിക്കും എന്നുള്ള മനോഹരമായ നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ കർത്താവിനെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രിയ സ്നേഹിത, ഈ സന്ദേശം അതിന് നിനക്കിടയാകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് ദൈവം നിനക്ക് മുഖാന്തരങ്ങളെ നൽകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചെറിയ സന്ദേശം ശ്രവിച്ച എല്ലാവർക്കുമുള്ള നന്ദിയെ ഇതിനോട് ചേർന്ന് അറിയിക്കുന്നു.